പ്രിയ സഹോദരങ്ങളും സഹോദരിമാരായിട്ടുള്ളവരുമേ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ വിശുദ്ധ നോമ്പിൻ്റെ 9ാം ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം വളരെ ശക്തിയുള്ള ഒരു വചനമാണ്. 2 കൊരിന്ത്യർ 12ാം അധ്യായത്തിൻ്റെ 9ാം വാക്യം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഇന്നിപ്പോൾ നിങ്ങൾ ഈ സന്ദേശം കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് അതൊരു യാദർശികമല്ല. ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ബലഹീനത അനുഭവിക്കുന്നുണ്ടോ? മനസ്സിൽ ഭാരമുണ്ടോ? ജീവിതത്തിൽ പരിഹരിക്കാത്ത ഒരു പ്രശ്നമുണ്ടോ? പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോസ്തലനായ പൗലോസിനും അതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അവൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ശൂലം നീക്കേണമേ. വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അതിനായി നെഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നെഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു എന്നാണ് 2 കൊരിന്ത്യർ 12ാം അധ്യായത്തിൻ്റെ 7-8 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ദൈവം പ്രശ്നം നീക്കിയില്ല. പകരം അവൻ അവിടെ ഒരു വാക്കു പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഇത് നിരാശയുടെ വാക്കല്ല. ഒരു ശൂലം ശരീരത്തിൽ തറച്ചിരിക്കുന്നത് പോലെയുള്ള വേദന അനുഭവപ്പെടുന്ന അപ്പോസ്തലനായ പൗലോസിനോട് ദൈവം പറയുന്ന മറുപടിയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. ഇത് ഉറപ്പിൻ്റെ ഒരു വാക്കാണ്. ബലഹീനത അത് ആത്മീയതയുടെ വാതിലാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആത്മീയ പാരമ്പര്യത്തിൽ വിനയം ആത്മീയതയുടെ അടിത്തറയാണ്. ഈ വിശുദ്ധ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത് നാം സ്വയം പര്യാപ്തരല്ല. നമുക്ക് ദൈവവുമായുള്ള ബന്ധം ആവശ്യമാണ്. നമ്മുടെ ശക്തി പരിമിതമാണ്. ബലഹീനത തിരിച്ചറിയുമ്പോഴാണ് കൃപ പ്രവർത്തിക്കുന്നത്. പൗലോസിന്റെ ശൂലം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. പൗലോസിന് ശരീരത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു. അതാണ് ആ തിരുവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്നത്. എന്നാൽ അത് എന്താണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ശൂലങ്ങളുണ്ട്. പ്രിയ ദൈവമക്കളെ, രോഗം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആത്മീയതയുടെ വരണ്ട അവസ്ഥ. ഈ വിശുദ്ധ നോൻപിന്റെ 9ാം ദിവസമായി ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, നിന്റെ ശൂലം എനിക്ക് സമ്മാനിക്കാമോ? അതാണ് ക്രൂശിന്റെ ആത്മീയത. ക്രിസ്തു ഗത്സമനിൽ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകും. പക്ഷേ അവസാനത്തിൽ അവൻ പറഞ്ഞു, അത് എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടപ്രകാരം. ഇതാണ് വിശുദ്ധ നോമ്പിന്റെ ഹൃദയം. ഇതാണ് വിശുദ്ധിയുടെ വഴി. ക്രൂശ് ഒഴിവാക്കുന്നതല്ല, ക്രൂശ് ഏറ്റെടുക്കുന്നതാണ് ക്രിസ്തീയത. അതാണ് നമ്മുടെ പാരമ്പര്യം. കൃപ എന്നത് പ്രശ്നപരിഹാരമല്ല,
ദൈവം എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ മാറ്റണമെന്നില്ല, പക്ഷേ അവൻ നമ്മെ മാറ്റും. എങ്ങനെ? നമ്മുടെ ഭയത്തെ ധൈര്യമാക്കി, നിരാശയെ പ്രത്യാശയാക്കി, വേദനയെ സാക്ഷ്യമാക്കി. പൗലോസ് അവസാനം പറഞ്ഞു, ഞാൻ എൻ്റെ ബലഹീനതയിൽ അഭിമാനിക്കും. ഇങ്ങനെയാണ് ആ തിരുവചനം താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തുകൊണ്ട്? കാരണം അവിടെ ക്രിസ്തുവിൻ്റെ ശക്തി വസിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അവസാനം പറഞ്ഞത്, ഞാൻ എൻ്റെ ബലഹീനതയിൽ അഭിമാനിക്കുമെന്ന്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒരു 2 മിനിറ്റ് മൗന പ്രാർത്ഥന. അത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറയുക, കർത്താവേ, നിന്റെ കൃപ മതി. അങ്ങനെ ഹൃദയത്തിൽ പറയുക. നിങ്ങളുടെ ബലഹീനത അതെന്താണെന്ന് വെച്ചാൽ അതൊരു ചെറിയ കടലാസ് തുണ്ടിൽ എഴുതുക. അതിനെ കുരിശിന്റെ അടിയിൽ സമർപ്പിക്കുന്നതായി ചിന്തിക്കുക. ഒരു സ്നേഹപ്രവൃത്തി, നിങ്ങളെ വേദനിപ്പിച്ച ഒരാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വിശുദ്ധ നോമ്പിന്റെ 9-ാം ദിവസം ഇന്ന് അതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. നമ്മൾ കേട്ട ധ്യാന തിരുവചന പ്രകാരം നമുക്ക് തമ്പുരാന്റെ മുൻപാകെ ഈ വിശുദ്ധമായ നോൻപിന്റെ 9-ാം ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി അല്പസമയം ദൈവ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, എൻ്റെ കൃപ നിനക്കു മതിയെന്ന് പറഞ്ഞ നിന്റെ ശബ്ദം ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നു. പക്ഷേ കർത്താവേ, ഞങ്ങൾ പലപ്പോഴും നിന്റെ കൃപയേക്കാൾ ഞങ്ങളുടെ ശക്തിയെ വിശ്വസിച്ചു. നിന്റെ ഇഷ്ടത്തേക്കാൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങൾ പിന്തുടർന്നു. നിന്റെ സമയത്തേക്കാൾ ഞങ്ങളുടെ അതിവേഗ തീരുമാനങ്ങളെ ഞങ്ങൾ പലപ്പോഴും തിരഞ്ഞെടുത്തു. ഇന്ന് ഈ വിശുദ്ധ നോമ്പിന്റെ 9-ാം ദിവസത്തിൽ ഞങ്ങളുടെ പാപങ്ങളും അഹങ്കാരവും അനുസരണക്കേടും നിന്റെ തിരുസന്നിധിയിൽ തുറന്ന മനസ്സോടെ അടിയങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ശൂലങ്ങൾ നീക്കണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യം അപേക്ഷിച്ചു. പക്ഷെ ഇന്ന് ഞങ്ങൾ കേട്ട ധ്യാന സന്ദേശത്തിലൂടെ അടിയങ്ങൾ മനസ്സിലാക്കുന്നു, ആ മുള്ളുകളിലൂടെ തന്നെയാണ് നീ ഞങ്ങളെ വിനയത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിച്ചത് എന്ന്. യേശുവേ, സ്തോത്രമപ്പ. ഞങ്ങളുടെ ബലഹീനതകളെ നീ ശക്തിയാക്കി മാറ്റണം. ഞങ്ങളുടെ കണ്ണുനീർ അത് സാക്ഷ്യമായി മാറണമേ. ഞങ്ങളുടെ തകർച്ചയിൽ നിന്ന് നിന്റെ മഹത്വം വെളിവാകണമേ. കർത്താവായ യേശുവേ, ക്രൂശ് ചുമന്ന നീ ഞങ്ങളുടെ വേദന അറിയുന്നവനാണ്. ഞങ്ങളുടെ ഭാരങ്ങൾ നിന്റെ കാൽപ്പാടുകളിൽ വയ്ക്കുന്നു. ഇന്നു മുതൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ പ്രശ്നം വലുതല്ല, നിന്റെ കൃപ വലുതാണ്. നിന്റെ കൃപ ഞങ്ങൾക്ക് മതി. നിന്റെ സ്നേഹം ഞങ്ങൾക്ക് മതി. നിന്റെ സാന്നിധ്യം അതൊന്നു മാത്രം മതി ഞങ്ങൾക്ക്. ഈ വിശുദ്ധ നോമ്പ് കാലത്തിലെ ഈ യാത്ര ഞങ്ങളെ കൂടുതൽ വിനയത്തിലും വിശുദ്ധിയിലേക്കും തമ്പുരാനെ അവിടുന്ന് ഉറപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. സ്തോത്രം. ഹല്ലേലൂയ.